നമസ്കാരം കുഞ്ഞുങ്ങളെ. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് സ്റ്റേറ്റ് സിലബസിലെ 8th സ്റ്റാൻഡേർഡിലെ മലയാളത്തിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് പനിനീർ പൂവ് എന്നാണ്. ഈ കവിത എഴുതിയിട്ടുള്ളത് ഉള്ളൂർ എസ് പരമേശ്വരയ്യറാണ്. നമുക്ക് ആദ്യം കവിയെക്കുറിച്ചൊന്ന് നോക്കാം. മലയാള ഭാഷയിലെ പ്രമുഖ കവിയും പണ്ഡിതനുമാണ് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. അച്ഛൻ സുബ്രഹ്മണ്യ അയ്യരുടെയും അമ്മ ഭഗവതി അമ്മാളിൻ്റെയും മകനായി 1877 ജൂൺ 6 ചങ്ങനാശ്ശേരി പെരുന്നയിൽ താമരശ്ശേരി ഇല്ലത്താണ് ഉള്ളൂരിൻ്റെ ജനനം. 20ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ മലയാള സാഹിത്യത്തിലെ കാൽപ്പനിക പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചവരാണ് ഉള്ളൂർ, കുമാരനാശാൻ, വള്ളത്തോൾ എന്നിവർ. ഇവരെ 3 പേരെയും ആധുനിക കവിത്രയങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ആരൊക്കെയാണ് ആധുനിക കവിത്രയങ്ങൾ? ഉള്ളൂർ, ആശാൻ, വള്ളത്തോൾ. ഉള്ളൂർ ഉജ്ജ്വല ശബ്ദാഢ്യൻ എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ ചുറ്റിലും കാണുന്ന ചെറിയ ചെറിയ കാഴ്ചകൾ പോലും കവി കവിതകളാക്കി മാറ്റി. പ്രകൃതിയിൽ കാണുന്ന മനോഹാരിതയാണ് കവിയുടെ കവിതകൾ എല്ലാം. സൂക്ഷ്മതല നിരീക്ഷണത്തിലൂടെ കവി അതിൻ്റെ മനോഹാരിത കണ്ടെത്താൻ ശ്രമിച്ചു. അങ്ങനെ ഒരു കവിതയാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. നമ്മൾ നാം നിത്യവും കാണുന്ന പനിനീർ പൂവിനെ കാവ്യാത്മകമായി വർണ്ണിക്കുകയാണ് ഇവിടെ കവി. നാം കാണാത്ത ഒരു സൗന്ദര്യം ഈ കവിതയിൽ പനിനീർ പൂവിന് കവി വർണ്ണനയിലൂടെ നമുക്ക് നൽകിത്തരുന്നു. ഉള്ളൂരിൻ്റെ പ്രധാന കൃതികളാണ് ഉമാകേരളം, കേരള സാഹിത്യ ചരിത്രം, കർണഭൂഷണം, പിങ്കള, ഭക്തിദീപിക, ഒരു മഴത്തുള്ളി തുടങ്ങിയവ. 1937 തിരുവിതാംകൂർ രാജഭരണകൂടം ഉള്ളൂരിന് മഹാകവി എന്ന ബിരുദം നൽകി. ആ ബിരുദം നൽകാൻ കാരണമായ മഹാകാവ്യമാണ് എന്ത്? ഉമാകേരളം. ഉള്ളൂരിൻ്റെ മഹാകാവ്യമാണ് ഉമാകേരളം. കൊച്ചി മഹാരാജാവ് കവി തിലകൻ പട്ടവും സാഹിത്യഭൂഷൺ ബിരുദവും നൽകി കവിയെ ആദരിച്ചിരുന്നു. 1949 ജൂൺ 15 ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ മരണം. ഇനി നമുക്ക് കവിതയൊന്ന് നോക്കാം. പനിനീർ പൂവ്. ഞാനൊരു മാൺപെഴും ചെമ്പനീർ പൂവിനെ കാണവേ ചോദിച്ചേനിപ്രകാരം, പുഞ്ചിരി കൊള്ളുന്നതെന്തിനു പൂവേ നീ, നിഞ്ചെറു ജീവിതമെത്ര മോശം. പാഴുറ്റ മണ്ണിൽ നീ വീഴുവാൻ പോകുന്നു, താഴത്തു നാളെ എന്നോർമ്മയില്ലേ. ഓതിയില്ലുത്തരം ഒന്നുമാ ചോദ്യത്തിനാതങ്കമേശാത്തൊരാ പ്രസൂനം. എന്തെറ്റു കാട്ടുവാൻ മേൽമേൽ വിലങ്ങനെ തന്തലയാട്ടുക മാത്രം ചെയ്തു. എന്തതിൻ താൽപ്പര്യമെന്നു ഞാൻ ചിന്തിച്ചു, ബന്ധം മനസ്സിലായൽപ്പമപ്പോൾ. തെറ്റെന്നു വീണ്ടും പൂവിനോടോതിനേൻ, തെറ്റിപ്പോയി ഞാനൊരു ബുദ്ധിഹീനൻ. നിന്നുടെ ജീവിതം മോശമെന്നല്ലി ഞാൻ ചൊന്നതെന്നോമനെ മാപ്പു നൽകൂ. പൂക്കളെ പൂക്കളെ പാരിതിൽ നിങ്ങൾക്കു പാർക്കുകയിലെന്തോന്നു മീതെ ചൊൽവാൻ. ഏതൊരു പാഴ്മണൽ കാടുതാൻ നിങ്ങളാൽ പൂതമാം നന്ദനമാകുന്നില്ല. ഏതൊരു മാലിൽ താൻ മർത്യർക്കു നിങ്ങളാൽ സ്ഫീതമാനന്ദം വയ്ക്കുന്നില്ല. പാടുന്ന വണ്ടുകൾക്കൊപ്പമായി തെന്നലിൽ ആടുന്ന നിങ്ങളെ ആർ മറക്കും. ഘ്രാണേന്ദ്രിയത്തിനു സാഫല്യം നേടുന്നു മാനവർ നിങ്ങൾ തന്നന്തികത്തിൽ. തന്നറും തേൻ നിങ്ങളേകുന്നു ലോകത്തിനന്നപൂർണേശ്വരിമാർ കണക്കേ. പാണിയാൽ സ്പർശിച്ചാൽ എന്തൊരു മാർദ്ദവം, വേണിയിൽ ചൂടിയാൽ എന്തു ഭംഗി. ദേവനെ പൂജിക്കാം, വീരനെ ചാർത്തിക്കാം,
പാവത്തിൻ മൗലിക്കും ഭൂഷയാക്കാം. കല്യാണകർമ്മത്തിനാവശ്യമേവർക്കും കല്യാണധാമങ്ങളായ നിങ്ങൾ. മന്നിനി മാഹാത്മ്യം നൽകുന്ന നിങ്ങളോ വിണ്ണിലെ പൈതങ്ങൾ ആരറിഞ്ഞു. പൂക്കളെ പൂക്കളെ നിങ്ങൾക്കൻ കൂപ്പുകൈ പാർക്കുകിൽ നിങ്ങളെൻ ദേവതമാർ. പൂക്കളെ പൂക്കളെ നിങ്ങൾക്കൻ കൂപ്പുകൈ പാർക്കുകിൽ നിങ്ങളെൻ ദേവതമാർ. വളരെ മനോഹരമായൊരു കവിതയാണിത്. ഇതെല്ലാവരും നന്നായിട്ട് വായിക്കുക. ഈ കവിത കേട്ട് അതിലെ വാക്കുകൾ ശ്രദ്ധിച്ച് അതിനനുസരിച്ച് കവിത ചൊല്ലാൻ ശ്രമിക്കുക. ഈ കവിതയുടെ അർത്ഥം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇത് നന്നായിട്ട് വായിച്ച് പഠിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.